السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ബഹുമാനരായ പണ്ഡിതന്മാരെ, കൈഫിയത്തു സ്വലാത്തിൽ മുസാഫിരി ജംഉം ഖസ്റും പാർട്ട് 2. യാത്രക്കാരന് ജംഅ് ഖസ്ർ ഇത് രണ്ടും അനുവദനീയമാണ്. അതിന് ദീർഘമായ യാത്രയിലാണ് ഇത് രണ്ടും അനുവദനീയമാവുക. ദീർഘമായ യാത്ര ഏത് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെടുന്നതാണ്. എന്നാൽ ദീർഘമായ യാത്രയിൽ അല്ലാതെയും ജംഅ് അനുവദനീയമാണ് എന്ന് ഇമാമുകൾ വ്യക്തമാക്കുന്നുണ്ട്. വഖദൽ ഖസീരി ഫി ഖൗലിൻ ഉഖ്തിറ, മുഖ്താറാക്കപ്പെട്ട ഒരു ഖൗലനുസരിച്ചും ഖസീറായ യാത്രയിൽ ജംഅ് അനുവദനീയമാണ്. തുഹ്ഫ 2-394. വഫി സഫരി അല്ലദീ ലാ യുഖ്സറു ഫീഹി സ്വലാത്തു, നമസ്കാരം ഖസ്റാക്കപ്പെടാൻ പറ്റാത്ത യാത്രയിൽ ഖൗലാനി, 2 ഖൗലുണ്ട്. അവിടെ ജമ്മു പറ്റുമോ എന്നുള്ളതിലെ ഖസ്റ് പറ്റാത്ത യാത്രയിൽ ജംഉ പറ്റുമോ, 2 ഖൗലാണ്. അഹദുഹുമ യജൂസു, അതിൽ ഒന്ന് ജംഉ ജായിസാണ് എന്നതാണ്. വസ്സാനി ലാ യജൂസു, രണ്ടാമത്തെ ഖൗൽ ലാ യജൂസു അനുവദനീയം അല്ല എന്നതുമാണ്. വഹുവ സഹീഹു വഹുവ നസ്സു ശാഫിഈ ഫീ കുതുബിഹിൽ ജദീദത്തി, ഇമാം ഷാഫി തങ്ങളുടെ ജദീദത്തായ ഗ്രന്ഥങ്ങളിൽ നസ്സായി പറഞ്ഞിട്ടുള്ളതും ജായിസ് അല്ല എന്നതാണ്. വൽ ഖദീമത്തി ജവാസുഹു, ഖദീമത്തായ ഗ്രന്ഥങ്ങളിലുള്ളത് അത് ജായിസാണ് എന്നുമാണ്. ശർഹുൽ മുഹദ്ദബ് 4-309. ലനാ ഖൗലുൻ ബിജവാസിൽ ജംഇ ഫി സഫരിൽ ഖസീരി ഇഖ്താറഹുൽ ബന്ദനീജിയു, ഇമാം ബന്ദനീജി പ്രബലമാക്കിയ മുഖ്താറാക്കിയ അഭിപ്രായമനുസരിച്ച് ഖസീറായ യാത്ര, കുറഞ്ഞ യാത്രയിലും, ത്വീലായ യാത്രയല്ല, ചുരുങ്ങിയ യാത്ര, 2 മർഹല ഇല്ലാത്ത യാത്രയിലും ജംഉ അനുവദനീയമാണ് എന്ന ഒരു ഖൗല് നമ്മുടെ ഷാഫി പണ്ഡിതന്മാർക്കുണ്ട്. വല്ലാഹിറുൽ ഹദീസി, ഹദീസിന്റെ ബാഹ്യം ജവാസുഹു, ജംഉ അനുവദനീയമാണ് എന്നതാണ്. വലൗ ഫി ഹളരിൻ, അത് നാട്ടിൽ വെച്ചാണെങ്കിൽ പോലും. ഇതാണ് ഹദീസിന്റെ ബാഹ്യം. കമാ ഫി ശറഹ് മുസ്ലിമിൻ, ശറഹ് മുസ്ലിമിൽ അപ്രകാരം പറഞ്ഞിട്ടുണ്ട്. വഹക്കൽ ഖത്താബിയു അൻ അബി ഇസ്ഹാഖ, ഇമാം ഖത്താബി അബി ഇസ്ഹാഖ് എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്നു. ജവാസഹു ഫിൽ ഹളരി, നാട്ടിൽ വെച്ചുകൊണ്ട് ഈ ജംഉ അനുവദനീയമാണെന്നതിനെ ലിൽ ഹാജത്തി, ആവശ്യത്തിന് വേണ്ടി ജംഉ അനുവദനീയമാണ്. യാത്ര തന്നെ ആവശ്യമില്ല, കുറഞ്ഞ യാത്രയും പോലും ആവശ്യമില്ല. വഇല്ലം യകുൻ ഖൗഫുൻ വലാ മത്റുൻ വലാ മർളുൻ, അവൻക്ക് ഭയമോ ശത്രു ഭയമോ മഴയോ രോഗമോ ഒന്നും വേണമെന്നില്ല. അങ്ങനെ ഒന്നുമില്ലെങ്കിൽ പോലും നാട്ടിൽ വെച്ചുകൊണ്ട് ആവശ്യത്തിന് വേണ്ടി ജംഉ അനുവദനീയമാണ് എന്നതിനെ അബൂ ഇസ്ഹാഖ് എന്നവരെ തൊട്ട് ഖത്താബി ഉദ്ധരിക്കുന്നുണ്ട്. വബിഹി ഖാല ഇബ്നുൽ മുൻദിരി, ഇബ്നുൽ മുൻദിർ എന്നവർ ഈ അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. ഖലായിദിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ബിഗിയ സലാത്തുൽ മുസാഫിറിന്റെ അധ്യായത്തിൽ 71-ാമത്തെ പേജിൽ പറയുന്നു. ബഹുമാനപ്പെട്ട ഹദ്ദാദ് റളിയല്ലാഹു തങ്ങളുടെ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ഒരു വീക്ഷണം. വകാന സയ്യിദുനൽ ഖുതുബു
അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തങ്ങളായിരുന്നു യഉമുറു ബഅദ ബനാതിഹി, തൻ്റെ പെൺമക്കളിൽ ചിലവരോട് അവർ കൽപ്പിക്കുമായിരുന്നു. എന്ത്? ഇൻദഷ്തിഗാലിഹ ബിന്നഹവി മജ്ലിസിൻ നിസായ്, ഈ പെൺകുട്ടി സ്ത്രീകളുടെ സദസ്സ് പോലോത്തത് കൊണ്ട് ജോലിയാകുമ്പോൾ അവർക്ക് നമസ്കാരം വഖത്തിൽ നിർവഹിക്കാൻ പ്രയാസം വരുന്ന ചില സാഹചര്യങ്ങളിൽ ബിനിയത്തി തഖീരി ളുഹരി ഇലാ വഖത്തിൽ അസ്രി, ളുഹറിനെ അസറിന്റെ വക്തിലേക്ക് പിന്തിക്കലിനെ കരുതൽ കൊണ്ട് കൽപ്പിക്കുമായിരുന്നു. അപ്പൊ ളുഹറിനെ അസറിലേക്ക് പിന്തിച്ച് ജംആക്കാൻ വേണ്ടി, അതിനുള്ള നിബന്ധനയാണല്ലോ ളുഹറിന്റെ വക്തിൽ അങ്ങനെ കരുതല്. അങ്ങനെ കരുതാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ തൻ്റെ ചില പെൺകുട്ടികളോട്. അവർക്ക് സ്ത്രീകളുടെ സദസ്സ് പോലോത്തത് കൊണ്ട് എന്തെങ്കിലും ജോലി തിരക്കിലോ മറ്റോ പെട്ട് ളുഹർ ഖളാ ആവും എന്ന സാഹചര്യം വരുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് ബിഖിയ 71 ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾക്കുള്ള ഒരു വീക്ഷണം എന്താന്ന് വെച്ചാൽ, വഅനിൽ ഇമാമി മാലിക്കിൻ റിവായത്തുൻ അന്ന വഖ്ത ളുഹരി യംതദ്ദു ഇലാ ഖുറൂബി ശംസി, മാലിക് തങ്ങൾ പറയുന്നത് ളുഹറിന്റെ സമയം അത് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കും എന്നാണ്. അങ്ങനെ വരുമ്പോ ളുഹർ, ഈ മാലിക്കി മദ്ഹബ് തഖ്ലീദ് ചെയ്യുകയാണെങ്കിൽ ളുഹർ ഈ അസറിന്റെ സമയത്തായിട്ട് എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കുമെന്ന് വരുമ്പോൾ ആ സമയത്ത് നിർവഹിച്ചാലും മതി, ഖളാ ആവുകയില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ സാധ്യം. വഖാല അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, യബ്ഖ, ളുഹറിന്റെ സമയം അവശേഷിക്കും, അൻ യസീറ ളില്ലു മിസ്ലൈനി, ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ രണ്ടിരട്ടി ആവുന്നത് വരെ. സുമ്മ യദ്ഖുലുൽ അസ്റു, പിന്നെയാണ് അസർ പ്രവേശിക്കല്. അപ്പൊ ഹനഫി മദ്ഹബില് അസറിന് സമയം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ സാധാ സമയമല്ല, അല്പം കൂടി കഴിയണമല്ലോ. അത്രയും സമയം ളുഹറിന് സമയമുണ്ട് എന്നാണ്. അപ്പോൾ ളുഹറിന്റെ സമയം ഒരു വസ്തുവിന്റെ നിഴൽ രണ്ടിരട്ടി ആവുന്നത് വരെ. നമ്മുടെ ഷാഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അസറിന്റെ സമയമായിട്ടും വീണ്ടും കുറച്ചും കൂടി നീണ്ടു നിൽക്കും ളുഹറിന്റെ സമയം എന്നാണ് അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിലുള്ളത്. ദക്കറഹു റദ്ദാദ്, ഇമാം റദ്ദാദ് തങ്ങൾ ഇതിനെ പറഞ്ഞിട്ടുണ്ട് ബിഖിയ 71. തർശീഹ് പേജ് 136 നാട്ടിൽ വെച്ചും ജംആക്കാമെന്ന വീക്ഷണം വിവരിക്കുന്നുണ്ട്. ഖാല സയ്യിദു യൂസുഫുൽ ബത്താഹ് ഫി തസ്നീഫുസ്സംഅ് എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ സയ്യിദ് യൂസുഫുൽ ബത്താഹ് എന്നവർ പറയുന്നത്, വമിന ശാഫിഇയ്യത്തി വഗൈരിഹിം, ശാഫിഇ പണ്ഡിതന്മാരിലും അല്ലാത്തവരിലുമായിട്ടുണ്ട്, മൻ ദഹബ, പോയവർ, ഇലാ ജവാസിൽ ജംഇ, ജംഅ് അനുവദനീയമാണ് എന്നതിലേക്ക്, തഖ്ദീമൻ, മുന്തിച്ച് ജമാക്കൽ അനുവദനീയമാണെന്നത് കൊണ്ട് പോയിട്ടുണ്ട്, മുത്ലഖൻ, തഖ്ദീം എന്ന നിലക്ക് മുത്ലഖൻ പറ്റും എന്ന് പറഞ്ഞാൽ ഗൈരി സഫരിൻ വലാ മർളിൻ വലാ ഗൈരിഹിമാ മിനൽ അഅ്ദാരി, യാത്ര, രോഗം അതല്ലാത്ത ഒരു കാരണങ്ങളും ഇല്ലാതെ തന്നെ, ഒരു ഉപാധിയും കൂടാതെ ജമ്മു അനുവദനീയമാണ്, മുന്തിച്ച് ജമാക്കൽ പറ്റും എന്നതിലേക്ക് ധാരാളം പണ്ഡിതന്മാർ ശാഫിഇയ്യത്തിൽ നിന്നും അല്ലാത്തവരിൽ നിന്നുമായി പോയിട്ടുണ്ട്. ഖാലൻ നമാരി റഹ്മഹുല്ലാഹ്, ബഹുമാനപ്പെട്ട നമാരി റഹ്മഹുല്ലാഹ് പറയുന്നു, ജംഉസ്സലാത്തൈനി തഖ്ദീമൻ ബിലാ മർളി വഗൈരി ഉദ്രി മിനൽ അഅ്ദാരി മദ്കൂറു, രോഗം കൂടാതെ മറ്റു യാതൊരു കാരണങ്ങളും കൂടാതെ മുന്തിച്ച് രണ്ട് നമസ്കാരത്തെ ജംആക്കുക എന്നുള്ളത് മദ്കൂറുൻ, അതിനെ പറയപ്പെട്ടതാണ്. അനിബ്നി സിരീന റുക്കിനി താബിഈന വഅൻ റബീഅത്തർ റഈ വൽ ഖഫാരി മൻസൂറു, താബിഈങ്ങളുടെ പ്രധാന ഒരു ഘടകമായ ഇബ്നു സിരീൻ എന്നവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്.
റബീഅത്തുർ റഈ എന്നവരെ തൊട്ടും ഖഫാൽ എന്നവരെ തൊട്ടും ഒക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്ഹബ മിസ്ലു മാ ഖാല വ ഖാല ബിഹി സലീലു മുൻദിറും വൽ ഖഫാലു മശ്ഹൂറു. അസ്ഹബ് എന്നവരെ തൊട്ടും ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞതുപോലെ അവരും പറഞ്ഞിട്ടുണ്ട്. റബീഅത്തുർ റഈയും ഖഫാലും പറഞ്ഞതുപോലെ അസ്ഹബ് എന്നവരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വഖാല ബിഹി സലീലു മുൻദിർ വൽ ഖഫാലു ഐനിൽ കബീറ. ഖഫാൽ കബീറുണ്ട്, സഗീറുണ്ട്. ഖഫാൽ കബീറും മുൻദിർ എന്നവരും ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ധാരാളം പണ്ഡിതന്മാർ യഅനി അന്നൽ ഖായിലീന ബിഹാദാ, മുന്തിച്ച് ഇങ്ങനെ യാതൊരു കാരണവും കൂടാതെ തന്നെ ജംഅക്കാം, നാട്ടിൽ വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞവർ ഇബ്നു സീരീന എന്നവരാണ്, റബീഅത്തുർ റഈ എന്നവരാണ്, വൽ ഖഫാലു സഗീറു എന്നവരാണ്. അഷ്ഹബു മിനൽ മാലിക്കിയ്യത്തി, മാലിക്കി മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാരിൽപ്പെട്ട അഷ്ഹബ് എന്നവരുമാണ്. വബിനുൽ മുൻദിർ എന്നവരും പറഞ്ഞിട്ടുണ്ട്. വൽ ഖഫാലുൽ കബീർ എന്നവരും പറഞ്ഞിട്ടുണ്ട്. അഹ്മദ് ബിൻ ഹംബലും പറഞ്ഞിട്ടുണ്ട്. വഅൻ ജമാഅത്തിൻ ജവാസുഹു, ഒരു കൂട്ടം പണ്ഡിതന്മാരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഈ ജായിസാണ്. മാലം യത്തഖിദ് ആദത്തൻ, ഓനത് ഒരു പതിവായി കൊണ്ട് നടക്കാത്തപ്പോ, ഇങ്ങനെ ജമാക്ക എന്നത് തന്നെ ഒരു പതിവ് രീതി ആകാത്തുമ്പോ, ചില സന്ദർഭങ്ങളിലൊക്കെ അങ്ങനെ ജമാക്ക എന്നുള്ളത് ഒരു ജമാഅത്തിനെ തൊട്ട് വന്നിട്ടുണ്ട്. വഹും ഗൈറു മഹ്സൂരീന, അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ എണ്ണിയാൽ ക്ലിപ്തമാക്കാൻ കഴിയാത്ത വിധം അധികരിച്ചവരാണ്. ഹാദാഫി ജംഇ തഖ്ദീമി, ഇത് മുന്തിച്ച് ജമാക്കുന്നിടത്താണ് ഇപ്പറഞ്ഞത്. എന്നാ അമ്മ ജംഉ തഖീരി, പിന്തിച്ച് ജമാക്കുന്ന വിഷയമോ, നാട്ടിൽ വെച്ചുകൊണ്ട് തന്നെ, ഫഖാല ബിഹി ജംഉൻ ഗഫീറുൻ, ആ പിന്തിച്ച് ജമാക്കൽ കൊണ്ട് വലിയ ഒരു സംഘം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. തർശീഹിന്റെ 136 ഇപ്രകാരം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ വെച്ചുകൊണ്ട് തന്നെ പിന്തിച്ചും മുന്തിച്ചും ഒക്കെ ജംആക്കാം. പക്ഷേ ഈ മുന്തിച്ച് ജമാക്കുക എന്നുള്ളതിനേക്കാൾ പിന്തിച്ച് ജമാക്കുന്നതിനാണ് കൂടുതൽ പണ്ഡിതന്മാർ ഉള്ളത്. ആ അഭിപ്രായത്തിലാണ് ഉള്ളത്. മുന്തിച്ച് ജമാക്കുന്ന വിഷയത്തിൽ അതൊരു പതിവ് സ്വഭാവമായി സ്വീകരിക്കാത്തപ്പോ ചില സന്ദർഭങ്ങളിലൊക്കെ അത് പറ്റും എന്നാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്. وعن ابن سيرين أنه يجوز الجمع من غير خوف ولا مرض. ഇബ്നു സീരീൻ എന്നവരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, ഭയമോ രോഗമോ ഇല്ലാതെ തന്നെ ജംഅ് ജായിസാണ്. ഹാജത്തിൻ, എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി. മാലം യത്തഖിദുഹു ആദത്തൻ, അത് അവനൊരു പതിവ് രീതിയായി സ്വീകരിക്കാത്തപ്പോ. വഖ്താറ ഇബ്നുൽ മുൻദിരി വ ജമാഅത്തുൻ, ഇബ്നുൽ മുൻദിർ എന്നവരും ഒരു കൂട്ടം പണ്ഡിതന്മാരും മുഖ്താറാക്കുന്നു ജവാസൽ ജംഇ ഫിൽ ഹദരി, നാട്ടിൽ വെച്ച് ജംഅ് ജായിസാണെന്നതിന്, മിൻ ഗൈരി ഖൗഫിൻ വലാ മർളിൻ വലാ മതരിൻ, മഴയോ രോഗമോ ഭയമോ ഒന്നുമില്ലാതെ തന്നെ. റഹ്മത്തുല്ലുമ 46. വലാ യജൂസുൽ ജംഉ ലിൽ മർളി വൽ ഖൗഫി അലാ ളാഹിരി മദ്ഹബി ശാഫിഈ. ഇമാം ഷാഫി തങ്ങളുടെ മദ്ഹബിന്റെ ലാഹിർ അനുസരിച്ചുകൊണ്ട് രോഗം അതുപോലെ തന്നെ ഭയം ഇവക്ക് വേണ്ടി ജംഅ് അനുവദനീയം അല്ല എന്നാണ്. അതാണ് മദ്ഹബിലെ മുഅ്തമദ്. വഖാല അഹ്മദു ബി ജവാസിഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നത് ജംഅ് ജായിസാണ് ഭയമോ രോഗമോ ഉണ്ടെങ്കിൽ. വഹുവ വജ്ഹുൻ ഇഖ്താറഹുൽ മുതഅഖിറൂന മിൻ അസ്ഹാബി ശാഫിഈ, രോഗം അതുപോലെ തന്നെ ഭയം ഇവക്ക് വേണ്ടി ജംഅ് അനുവദനീയമാണ് എന്നതിനെ ഇമാം ഷാഫി തങ്ങളുടെ അസ്ഹാബിൽ നിന്ന് പിൻഗാമികളായ പണ്ഡിതന്മാർ പ്രബലമാക്കിയ ഒരു വീക്ഷണമാണ്. മുഅ്തമദ് പറ്റൂല എന്നാണ്. റഹ്മത്തുല്ലുമ 46.
യജൂസുൽ ജമ്മു ബിൽ മർദി തഖ്ദീമൻ വ തഅഖീറൻ. ജംഅ് അനുവദനീയമാണ് രോഗം കാരണമായിട്ട് മുന്തിച്ചും പിന്തിച്ചൊക്കെ അലൽ മുഖ്താരി ഐ ഇൻദൻ നബവി വ ഗൈരിഹി മിൻ അയിമ്മത്തിന. നമ്മുടെ ഇമാമുകളിൽ നിന്ന് ഇമാം നബവി തുടങ്ങിയ ചില പണ്ഡിതന്മാർ മുഖ്താറാക്കിയതനുസരിച്ചുകൊണ്ട്, അവർ ബലപ്പെടുത്തിയതനുസരിച്ചുകൊണ്ട്. ബൽ ഖാലൽ അദ്റഇയ്യു റഅയ്തുഹു ഫി നിഹായത്തിൽ ഇഖ്തിസാരി മിൻ ഖൗലി ശാഫിഈ ലിൽ മുസ്നി. ഇമാം മുസ്നി തങ്ങൾക്കുള്ള ഒരു ഗ്രന്ഥമാണ് നിഹായത്തുൽ ഇഖ്തിസാർ. ഇമാം ഷാഫി തങ്ങളുടെ ഖൗലിനെ ഇഖ്തിസാർ ചെയ്തുകൊണ്ട് പറഞ്ഞ നിഹായത്തുൽ ഇഖ്തിസാർ എന്ന ഗ്രന്ഥത്തിൽ രോഗം കാരണമായി ജമ്മ് മുന്തിച്ചും പിന്തിച്ചും പറ്റും എന്നതിനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്റഇ ഇമാം പറയുന്നു. വഖാലൽ അസ്നബി ഖദ് ലഫിർതു ബിനഖ്ലിഹി അൻ ശാഫിഈ. ഇമാം ഷാഫി തങ്ങളെ തൊട്ട് നക്കൽ ചെയ്യൽ കൊണ്ട് ഞാൻ വിജയിച്ചിട്ടുണ്ട്. ഈ ജമ്മിനെ നക്കൽ ചെയ്യൽ കൊണ്ട് അങ്ങനെ പറ്റുമെന്നുള്ളതിന്. ഖാല സർക്കശിയു. ഇമാം സർക്കശി തങ്ങൾ പറയുന്നു ഫൈൻ സബത ലഹു നസ്സും ബിൽ മൻഇ. ഇനി ഇമാം ഷാഫി തങ്ങൾക്ക് ഇത് രോഗം കാരണമായി ജമ്മു പറ്റൂല എന്നതുകൊണ്ടുള്ള നസ് സ്ഥിരപ്പെട്ടാൽ കാനലഹു ഫിൽ മസ്അലത്തി ഖൗലാനി. അവിടെ ഷാഫി തങ്ങൾക്ക് ഈ മസ്അലയിൽ 2 ഖൗലുണ്ട് എന്ന് വരും. വഇല്ല ഫഹാദ മദ്ഹബുഹു. അല്ലെങ്കിൽ അങ്ങനെ ഒരു നസ് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ, പാടില്ല എന്ന നസ് സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിൽ ഫഹാദ മദ്ഹബുഹു, അപ്പൊ ഈ പറ്റും എന്നുള്ളതാണ് ഷാഫി ഇമാമിന്റെ മദ്ഹബ് എന്ന് വരുന്നു. വഹുവ മദ്ഹബുൽ ഇമാമി അഹ്മദ. അങ്ങനെ രോഗം കാരണമായി അതുപോലെ തന്നെ ഖൗഫ് കാരണമായിട്ടും ജമ്മു പറ്റും എന്നുള്ളത് തന്നെയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മദ്ഹബും ഉള്ളത്. ഖുർദിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് തർശീഹ് 136 പറയുന്നു. ഷാഫി മദ്ഹബിലെ പ്രബല വീക്ഷണം അനുസരിച്ചുകൊണ്ട് രോഗം കാരണമായി അതുപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് ജംഉ പറ്റൂല എന്നുള്ളത് തന്നെയാണ്. വലാ യജൂസുൽ ജംഉ ബിനഹവി വഹ്ലിൻ വ മർദിൻ. രോഗം അതുപോലെ തന്നെ ചളി ചേറ് പോലോത്തത് കാരണമായി ജംഉ അനുവദനീയം അല്ല. എന്നാവ കാല കസീറൂന യജൂസു. കുറെ പണ്ഡിതന്മാർ ജായിസാണെന്ന് പറയുന്നു. വഖ്തീറ ജവാസുഹു. ഈ ജായിസാണെന്നതിനെ മുഖ്താറാക്കപ്പെട്ടിട്ടുണ്ട്, ചില പണ്ഡിതന്മാർ ബലപ്പെടുത്തിയിട്ടുണ്ട്. ബിൽ മർദി, രോഗം കാരണമായി തഖ്ദീമ തഅഖീറ, മുന്തിച്ചും പിന്തിച്ചും. വയുറാഅ അൽ അർഫഖു ബിഹി. അങ്ങനെ വരുമ്പോൾ അവിടെ സുന്നത്തായി ശ്രദ്ധിക്കേണ്ടത് ഈ ജംഉ കൊണ്ട് അർഫഖ്, അവനക്ക് ഏറ്റവും ഗുണകരമായത് ഏതാണോ അതിനെ സൂക്ഷിക്കപ്പെടണം. ഫൈൻകാന യസ്ദാദു മർളുഹു. അവന്റെ രോഗം വർദ്ധിക്കും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവനുള്ളത്. ഏതുപോലെ കാന യഹുമ്മു മസലൻ വക്ത സാനിയത്ത്. 2ാമത്തെ നമസ്കാരത്തിന്റെ സമയത്ത് അവനക്ക് ഉദാഹരണമായി പനി വരും, അതാണ് അവന്റെ അവസ്ഥയെങ്കിൽ ഖദ്ദമഹ, അവൻ അതിനെ മുന്തിച്ച് ജമ്മാക്കാണ് വേണ്ടത്. ബിശുറൂത്ത് ജംഇ തഖ്ദീമി. തഖ്ദീമിന്റെ ജമ്മിനുള്ള ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് മുന്തിച്ച് ജംആക്കുക. ഔ വഖ്തൽ ഊല, അതല്ലെങ്കിൽ 1ാമത്തെ വക്തിലാണ് അവനക്ക് പനി ബാധിക്കൽ എങ്കിൽ അഖറഹ ബിനിയത്തിൽ ജംഇ, അവൻ ആ നമസ്കാരത്തെ പിന്തിച്ച് ജംആക്കലിനെ കരുതിക്കൊണ്ട് പിന്തിക്കുകയാണ് വേണ്ടത്. ജമ്മിനെ കരുതും വേണം. അതുപോലെ തന്നെ ആ രോഗം 2ാമത്തെ വക്തിൽക്കും വരെ ദവാമായി നിൽക്കുകയും വേണം 1ാമത്തെ വക്തിൽ. തുഹ്ഫ 2/404. ജവ്വസൽ ഖാദി ഹുസൈൻ വൽ ഖത്താബി വൽ ജംഅ ബിൽ മർദി വൽ വഹ്ലി. രോഗം കാരണമായും ഈ നമസ്കരിക്കാൻ പോകുന്ന സ്ഥലത്ത് അഴുക്ക്, വസ്ത്രത്തിലും മറ്റൊക്കെ പുരളുന്ന, ശരീരത്തിൽ പുരളുന്ന വിധത്തിലുള്ള അഴുക്ക്, ചളി ഒക്കെ ഉണ്ടായത് കാരണമായിട്ടും അവർക്ക് ജംഅ് ജായിസാണെന്ന് ഖാദി ഹുസൈൻ തങ്ങൾ പറയുന്നു. വസ്തഹ്സനഹു റൂയാനി. ഇമാം റൂയാനി തങ്ങൾ അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഖവ്വാഹു ഫിൽ മജ്മൂഇ. ഈ അഭിപ്രായത്തെ മജ്മൂഇൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. വഖ്താറഹു ഫി മജ്മൂഇൽ ഷറഹുൽ മുഹദ്ദബിൽ. അതിനെ ഇമാം നവവി തങ്ങൾ
മുഖ്താറായി ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ അത് മുഖ്താറാണ്, ബലപ്പെട്ടതാണ്, മദ്ഹബിലല്ല. വഫീ ഗൈരിഹി മജ്മൂഅ് അല്ലാത്തതിലും ഫിൽ മർളി രോഗ സന്ദർഭത്തിൽ അത് പറ്റും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. തബഅൻ ലിൽ ഖമൂലി, ഇമാം ഖമൂലി തങ്ങളോട് പിന്തുടർന്നുകൊണ്ട്. വറജ്ജഹു അബൂ ഷക്കീരിൻ, അബൂ ഷക്കീർ എന്നവർ ഈ അഭിപ്രായത്തെ ബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്, രോഗമുണ്ടാവുമ്പോൾ ജംഉ പറ്റും എന്നുള്ളതിന്. വഹുവ മദ്ഹബു മാലിക്കിൻ വ അഹ്മദ, ഇതന്നെയാണ് മാലിക് ഇമാമിൻ്റെയും ഇമാം അഹ്മദ് തങ്ങളുടെയും മദ്ഹബ്, രോഗം കാരണമായി ജംഉ പറ്റും എന്നാണ്. ഖൗലുൽ ഷാഫിഈ, ഇമാം ഷാഫി തങ്ങളുടെ ഒരു ഖൗലും അത് തന്നെയാണ്. വനഖല ബിൽ മജ്മൂഇ അൻ ജംഇൻ ജവാസഹു ബിഹിമാ, മജ്മൂഇൽ ഒരു കൂട്ടം പണ്ഡിതന്മാരെ തൊട്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി നഖൽ ചെയ്തത് ജംഉ ജായിസാണ്, ബിഹിമാ രോഗം കാരണമായും അഴുക്ക് കാരണമായും, വബിൽ ഖൗഫി ഭയം കാരണമായും, വരീഹി കാറ്റ് കാരണമായും, വദുൽമത്തി ഇരുട്ട് കാരണമായും. ഈ കാരണങ്ങളെ കൊണ്ട് ജമാഅത്തിന് അടുത്ത വക്തിൽ പോകാൻ പ്രയാസം ഉണ്ടാകുമ്പോൾ ജമാക്കി പോരാം. വഫിൽ അസ്നവി അൽ മുഖ്താറു ജവാസുൽ ജംഇ ബിൽ മർളി, രോഗം കാരണമായി ജംഉ ജായിസാണെന്നതാണ് മുഖ്താറുള്ളത്. വഅലൈഹി യുറാഅൽ അർഫഖു ബിഹി, അവനെ കൊണ്ട് ഏറ്റവും അവനക്ക് മൃദുലമായത് ഏതാണോ അതിനെ സൂക്ഷിക്കപ്പെടണം, അവനക്ക് ഏറ്റവും ഗുണകരമായത് ഏതാണെങ്കിൽ സൂക്ഷിക്കുക. ഫമൻ യഹ്മു വഖ്ത സാനിയത്തി ഖദ്ദമഹാ ബി ശുറൂത്ത് ജംഇ തഖ്ദീമി ഫിൽ മത്രി, മഴ സന്ദർഭത്തിൽ തഖ്ദീമിന്റെ ജമ്മാക്കുമ്പോഴുള്ള ഷർത്തൊക്കെ പാലിച്ചുകൊണ്ട് മുന്തിച്ച് ജമ്മാക്കണം. വഇല്ല അഖ്റഹ, അല്ല ഒന്നാം വക്തിൽ അവനക്ക് രണ്ടാം വക്തിൽ അവനക്ക് രോഗം വരികയില്ല, ഒന്നാമത്തെ വക്തിൽ തന്നെയാണെങ്കിൽ അഖ്റ അവൻ പിന്തിക്കണം. മഴയ്ക്ക് ജമ്മാക്കുമ്പോഴുള്ള ഷർത്തുകൾ എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഷർത്താണെന്നാണ് വരിക. മഴ കൊണ്ട് ജമ്മാക്കുമ്പോൾ ജമാഅത്തിന്റെ വിഷയം ആണ് അവിടെ ഉള്ളത്. പക്ഷെ അങ്ങനെ വേണമെന്നില്ല എന്നാണ്. രോഗം കാരണമായിട്ടാവുമ്പോൾ ജമാഅത്തിന് ഷർത്തില്ല. അതുപോലെ അഴുക്കിന്റെ വിഷയത്തിലും ഒക്കെ ഈ ജമാഅത്തിന്റെ വിഷയം ബാധകമായിട്ട് വരും. പക്ഷെ രോഗത്തിന്റെ കാര്യത്തിൽ ജമാഅത്ത് ഷർത്താണെന്ന് വരൂല എന്നാണ്. ബിറിയ 71, മദ്ഹബിൽ ജംആക്കണമെങ്കിൽ യാത്ര അതുപോലെ തന്നെ മഴ ഇതല്ലാത്തത് കൊണ്ട് പറ്റൂല എന്നതാണ് മുഅ്തമദ് എന്ന് പറഞ്ഞല്ലോ. അതിനെ സാധൂകരിക്കുന്ന മറ്റൊരു ഉദ്ധരണി ഇബാറത്തുൻ നിഹായത്തി വ ഉലിമ മിമ്മ മറ, മേൽ പറഞ്ഞതിൽ നിന്ന് അറിയപ്പെട്ടു അന്നഹു ലാ ജംഅ ബി ഗൈരി സഫരി വൽ മത്രി, യാത്രയും മഴയും അല്ലാത്ത കാരണം കൊണ്ട് ജംഉ പറ്റൂല എന്നറിയപ്പെട്ടു. കമർളിൻ വ വഹലിൻ വ റീഹിൻ വ ദുൽമത്തിൻ വ ഖൗഫിൻ, രോഗം അതുപോലെ തന്നെ ചളി, കാറ്റ്, ഇരുട്ട്, ഭയം, ഈ കാരണം വെച്ചൊന്നും ജംഉ പറ്റൂല. വഹുവൽ അസഹുൽ മഷ്ഹൂറു, അതാണ് അസഹ് ആയതും മഷ്ഹൂർ ആയതും അതാണ്. ലി അന്നഹു ലം യുഫ്അൽ, കാരണം ഈ ജംഇനെ മറ്റു സന്ദർഭങ്ങളിൽ യാത്രയും മഴയുമല്ലാത്ത സന്ദർഭങ്ങളിൽ ചെയ്യപ്പെട്ടതായിട്ട് വന്നിട്ടില്ല. വൈനിഖ്താറൽ മുസന്നിഫ് ഫി റൗളത്തി, മുസന്നിഫ് നബവി ഇമാമ് റൗളയിൽ മുഖ്താറാക്കിയാലും ശരി, ജവാസഹു ഫിൽ മർളി, രോഗസന്ദർഭത്തിൽ ജംഉ ജായിസാണെന്നതിനെ ബലപ്പെടുത്തിയാലും ശരി, മഷ്ഹൂറും അസഹും അതല്ല. വഹക്കാ ഫിൽ മജ്മൂഇ അൻ ജമാഅത്തിൻ മിൻ അസ്ഹാബിന ജവാസഹു ബിൽ മദ്കൂറാത്തി, മജ്മൂഇൽ ശറഹുൽ മുഹദ്ദബിൽ നമ്മുടെ അസ്ഹാബിൽ നിന്നൊരു കൂട്ടം പണ്ഡിതന്മാരെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇമാം നബി ഉദ്ധരിച്ചിട്ടുണ്ട്, ജവാസഹു ബിൽ മദ്കൂറാത്തി, മേൽ പറയപ്പെട്ട രോഗം, വഹല്, രീഹ്, ദുൽമത്ത്, ഖൗഫ് ഇവ കാരണമായി ജംഉ ജായിസാണെന്നതിനെ. വഖാല ഇന്നഹു ഖവിയ്യും ജിദ്ദൻ ഫിൽ മർളി വൽ വഹലി, നബി മജ്മൂഇൽ പറഞ്ഞത് രോഗസന്ദർഭത്തിലും അഴുക്ക് ചളി സന്ദർഭത്തിലും ഈ ജംആക്കാം എന്നുള്ള വീക്ഷണം അങ്ങേയറ്റം ഖവിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
ഇമാം മാലിക് തങ്ങളുടെ മദ്ഹബും ഇങ്ങനെ ആക്കാം എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർഭങ്ങളിലൊക്കെ. വഖാലൽ അദ്റഇയു, അദ്റഇമാം പറയുന്നു, ഇന്നഹുൽ മുഫ്താബിഹി, ഫത്വ നൽകപ്പെടേണ്ടത് ഈ പറയപ്പെട്ട കാരണങ്ങളെ കൊണ്ടൊക്കെ ജമ്മു പറ്റും എന്നുള്ളതിനെയാണ്. വനഖല അന്നഹു നസുൽ ലിശാഫിഈ, ഇമാം അദ്റഇ തങ്ങൾ നഖൽ ചെയ്തു പറയുന്നു ഇമാം ഷാഫി തങ്ങളെ തൊട്ടുള്ള നസ് അതാണ്. അതല്ലെങ്കിൽ വനുഖില അന്നഹു നസും ലിശാഫിഈ റളിയല്ലാഹു അൻഹു. ചുരുക്കത്തിൽ വബിഹി യുഅലമു ജവാസു അമലി ശഖ്സി ബിഹി ലിനഫ്സിഹി, ഒരു വ്യക്തിക്ക് സ്വന്തം നഫ്സിന് വേണ്ടി ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കൽ പറ്റും എന്ന് അറിയപ്പെട്ടിരിക്കുന്നു. ഫലാബുദ്ദ മിൻ വുജൂദിൽ മർദി ഹാലത്തൽ ഇഹ്റാമി ബിഹിമ, അപ്പൊ ഈ രണ്ട് നമസ്കാരം കൊണ്ടും തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്ന സന്ദർഭത്തിൽ രോഗം ഉണ്ടാവണം, അത് കൂടാണ്ട് കഴിയൂല. വഇൻദ സലാമിഹി മിനൽ ഊല, ഒന്നാമത്തതിൽ നിന്ന് സലാം വീട്ടുമ്പോഴും ബൈനഹുമ, രണ്ടിന്റെയും ഇടയിലും, കമാഫിൽ മത്തരി, മഴയിൽ അങ്ങനെയാണ്. ഷർവാനി 2404. രോഗം കാരണമായി ജമ്മാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഈ ജംഇനെ ഒരു കൂട്ടം പിൻഗാമികളായ പണ്ഡിതന്മാർ ലബത്താക്കിയിട്ടുള്ളത് ബി അന്നഹുമാ യശുഖു മഅഹു ഫിഅലു കുല്ലി ഫർളിൻ ഫി വഖ്തിഹി, ഓരോ ഫർളിനെയും അതിന്റെ വക്തിൽ ചെയ്യാൻ പ്രയാസമാകുന്ന വിധത്തിലുള്ള രോഗം, ആ രോഗ കാരണമായി ആ രോഗമുള്ളതിനോടുകൂടെ ഓരോ ഫർളിനെയും അതിന്റെ വക്തിൽ ചെയ്യാൻ പ്രയാസമാണ്. കമശക്കത്തിൽ മശീ ഫിൽ മത്തരി, മഴ ഉണ്ടാകുമ്പോൾ നടക്കുന്നതിലുള്ള പ്രയാസം പോലത്തെ പ്രയാസം. ബിഹൈസു തബ്തല്ലു സിയാബുഹുവിന്റെ വസ്ത്രം നനയുന്ന വിധത്തിൽ മഴ ഉണ്ടാകുമ്പോൾ നടക്കൽ പ്രയാസമല്ലേ, അതുകൊണ്ടാണല്ലോ അവിടെ ജമ്മു പറ്റുന്നത്. അതുപോലെയുള്ള ഒരു പ്രയാസം ഓരോ വക്തിലും ഫർള് നിസ്കരിക്കാൻ ഈ രോഗം കാരണമായിട്ട് ഉണ്ടാവണം. വഖാല ആഖറൂന, വേറെ കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് ലാബുദ്ദ മിൻ മശഖത്തിൻ ലാഹിറത്തിൻ സിയാദത്തൻ അലാ ദാലിക, ഇപ്പറഞ്ഞതിനേക്കാണ് കൂടുതൽ പ്രകടമായ പ്രയാസം വേണം. ബിഹൈസു തുബീഹുൽ ജുലൂസ ഫിൽ ഫർളി, ഫർളിൽ ഇരുത്തത്തെ അനുവദിക്കുന്ന വിധത്തിലുള്ള പ്രയാസം വേണം ഫർള് നമസ്കാരത്തിൽ. ഓവൽ ഔജഹു, അതാണ് പ്രബലമായത്, രണ്ടാമത് പറഞ്ഞ ഈ നല്ല വിഷമം വേണം. അലാന്നഹുമ മുത്തക്കാരിബാനി, ആദ്യം പറഞ്ഞതും ഈ പറഞ്ഞതും ഏറെക്കുറെ മുത്തക്കാരിബായ അടുത്ത രണ്ട് വീക്ഷണങ്ങളാണ്, രണ്ടും അടുത്തടുത്ത നിലക്ക് തന്നെ ഉള്ളത്. ആദ്യം പറഞ്ഞതും ഈ പറഞ്ഞതും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എന്നാലും നല്ല വിഷമം വേണമെന്നാണ് പ്രബലമായ വീക്ഷണമായി പണ്ഡിതന്മാർ പറയുന്നത് രോഗം കാരണമായി ജമ്മാക്കുമ്പോ. തുഹ്ഫ 2404. അല്ലാഹു അഅലം.